ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ ജില്ലകളെക്കുറിച്ചും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ബേസിക് ഫാക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സംസ്ഥാനത്തെക്കുറിച്ചാണ്. തമിഴ്നാട് സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി മരതകപ്രാവ്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക വൃക്ഷം പന. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പുഷ്പം മേന്തോന്നി. തമിഴ്നാട്ടിലെ ഔദ്യോഗിക മൃഗം വരയാട്. തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവം പൊങ്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹാർദ്ദ അസംബ്ലി മന്ദിരം സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാട്. വടക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് മഴ ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. നിർബന്ധിത മതപരിവർത്തന നിയമം മൂലം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഒരു സിനിമാ താരം മുഖ്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ചെന്നൈ മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? മദ്രാസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ചെന്നൈ. തെക്കൻ ഏഷ്യയിലെ ഡെട്രോയിറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നഗരം ചെന്നൈ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ചെന്നൈ. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രം എവിടെയാണ്? തമിഴ്നാട്ടിലെ തഞ്ചാവൂർ. ഇന്ത്യയിൽ സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ നഗരം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ. കർഷകരുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ. തമിഴ്നാടിൻ്റെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത്
തമിഴ്നാട്ടിലെ തഞ്ചാവൂർ. കർണാടക സംഗീതജ്ഞനായ മുത്തുസ്വാമി ദീക്ഷിതരുടെ സ്വദേശം ഏത്? തഞ്ചാവൂർ. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത്? തമിഴ്നാട്ടിലെ ഊട്ടി. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ.